ആചാര്യ IAS അക്കാദമിയുടെ ടോപ്പിക് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായേക്കാവുന്ന നാഷണൽ ലിറ്റിഗേഷൻ പോളിസിക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് യൂണിയൻ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി കാത്തിരിക്കുന്ന പോളിസി GS2 വിഷയത്തിലെ ചർച്ചാ വിഷയമാവുകയാണ്. സർക്കാർ കക്ഷിയായ തീർപ്പു കൽപ്പിക്കാത്ത കേസുകളുടെ ഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോളിസി. ജുഡീഷ്യൽ പെൻഡൻസി എന്ന വലിയ പ്രശ്നത്തെ പരിഹരിക്കുന്നതാകും ഇത്. ഇതോടൊപ്പം കോടതി വ്യവഹാരങ്ങളുടെ വേഗത കൂട്ടുക, ഇതോടൊപ്പം ചെലവ് കുറയ്ക്കുക എന്നിവയെല്ലാം പോളിസിയുടെ ഭാഗമാണ്. നാഷണൽ ജുഡീഷ്യൽ ഡാറ്റാ ഗ്രിഡിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്താകമാനം 5 കോടിയിലേറെ കേസുകളാണ് പെൻഡിങ്ങിലുള്ളത്. നാഷണൽ മിഷൻ ഫോർ ജസ്റ്റിസ് ഡെലിവറി ആൻഡ് ലീഗൽ റിഫോർമേഷന്റെ ഭാഗമായി 13 വർഷത്തിലേറെയായി കാത്തിരിക്കുന്ന നയമാണ് ഇപ്പോൾ പ്രാവർത്തികമാകാനിരിക്കുന്നത്. പോളിസിയുടെ ഭാഗമായി രാജ്യത്താകമാനമുള്ള കോടതികളിലെ ഒഴിവുകൾ നികത്തപ്പെടും. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ലീഗൽ റിഫോർമേഷൻ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുകയും പൗരാവകാശങ്ങൾക്ക് കെട്ടുറപ്പു നൽകുകയും ചെയ്യുന്ന ഒന്നാണ്. ഇന്ത്യൻ ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തുന്ന പോളിസിയുടെ ഭാഗമായി കോടതികളിലെ സാങ്കേതികപരവും ഭൗതികപരവുമായ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുമോ? ഈ കോർട്ട് സംവിധാനത്തിന്റെ ആക്കം വർദ്ധിക്കുമോ? സുപ്രീം കോടതിയുടെ റീജിയണൽ ബ്രാഞ്ചസ് എന്ന ആവശ്യകതയെ പോളിസി സാക്ഷാത്കരിക്കുമോ? ചർച്ച ചെയ്യുക. ബി വിത്ത് യുവർ ഡ്രീം, ബി വിത്ത് ആചാര്യ.